തമിഴ് ഫിലിം സ്റ്റാർസ് കാർത്തി ആൻഡ് സൂര്യ, രണ്ട് ബ്രദേഴ്സ്. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അതായത് ഒരു 10-12 വയസ്സ് വരെ സൂര്യ കാർത്തിയെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. കറണ്ടൊക്കെ പോകുന്ന സമയത്ത് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് പല്ലൊക്കെ വരച്ചൊരു പ്രേതത്തെ പോലെ വന്ന് കാർത്തിയെ എപ്പോഴും സൂര്യ പേടിപ്പിക്കും. കാർത്തി എപ്പോഴൊക്കെ ഒരുപാട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ സൂര്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവനെ പേടിപ്പിക്കാനും കരയിപ്പിക്കാനുള്ള അവസരം നോക്കി കാത്തിരിക്കുമായിരുന്നു അന്നത്തെ സൂര്യ. ആ സൂര്യക്കൊരു മാറ്റം സംഭവിക്കുന്നത് അവരുടെ തെരുവിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സൈക്കിൾ റേസിനിടയിലാണ്. അപ്പോൾ സൂര്യയും ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ഇങ്ങനെ സൈക്കിൾ റേസിന് പോകുമ്പോഴും അത് കോപ്പി ചെയ്തുകൊണ്ട് കാർത്തി പിന്നാലെ സൈക്കിൾ എടുത്ത് വരുന്നുണ്ടാവും. പക്ഷെ കാർത്തിയെ ലൈനിൽ പോലും നിൽക്കാൻ സൂര്യ അനുവദിക്കില്ല. സൂര്യയും ഫ്രണ്ട്സും സൈക്കിൾ റേസൊക്കെ നടത്തും. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ബ്രേക്കൊക്കെ പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കി സൈക്കിൾ സ്കിഡൊക്കെ ചെയ്യും. ഇതൊക്കെ കണ്ട് കാർത്തിയും ഒരു ദിവസം സൈക്കിൾ സ്കിഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ചെന്നൈയിൽ ടി നഗറിലുള്ള ഒരു ചേട്ടൻ്റെ പെട്ടിക്കടയിലിടിച്ചു. അപ്പോൾ ആ പെട്ടിക്കടയിലെ ചേട്ടൻ ഇറങ്ങി വന്ന് കാർത്തിയെ നിർത്താതെ വഴക്ക് പറയുകയാണ്. സൂര്യയും ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നു. ആ സമയത്ത് സൂര്യയുടെ മറ്റൊരു ഫ്രണ്ട് മുന്നോട്ട് വന്ന് കാർത്തിക്ക് വേണ്ടി ആ ചേട്ടനോട് തർക്കിക്കുകയാണ്. ആ ഫ്രണ്ട് കാർത്തിയെ സപ്പോർട്ട് ചെയ്യുന്നു, കാർത്തിക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിനിടയിൽ ആ പെട്ടിക്കടയിലെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാന്ന്. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ അവനോട് അണ്ണൻ. ഇതുകൂടി കേട്ടപ്പോൾ സൂര്യക്കാകെ തലക്കടി കൊണ്ടതുപോലെയായി. ഞാനല്ലേ അവൻ്റെ അണ്ണൻ, ഞാനല്ലേ അവന് വേണ്ടി സംസാരിക്കേണ്ടത്, ഞാൻ പറയേണ്ട ഡയലോഗൊക്കെ ഈ ഫ്രണ്ടാണല്ലോ പറയുന്നത്. ഒരു എൽഡർ ബ്രദർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം സൂര്യ അവിടെ വെച്ച് തിരിച്ചറിയുകയായിരുന്നു. അധികം താമസിയാതെ കാർത്തി പഠിക്കാൻ വേണ്ടി US പോയി. ആ 2 വർഷക്കാലത്തിനിടയിൽ കാർത്തി അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് സൂര്യ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുകയാണ്. അവിടെ കാർത്തി തന്നെയാണ് അവൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്നത്, അവിടെ അവൻ തന്നെയാണ് അവന് വേണ്ട ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അവൻ അസുഖം വന്നാൽ പോലും പരിചരിക്കാൻ ആളില്ല, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നത്. ഇതൊക്കെ കൂടി കേട്ടറിഞ്ഞപ്പോൾ സൂര്യ വല്ലാതെ തകർന്നു പോയി. ഒരു എൽഡർ ബ്രദറായിട്ട് ഞാൻ അവനെ ഒരിക്കലും ചേർത്ത് നിർത്തിയില്ലല്ലോ, ഞാൻ അവനെ സ്നേഹിച്ചില്ലല്ലോ, അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ സൂര്യ സങ്കടപ്പെട്ടു. ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് സൂര്യയെ തേടി US നിന്നും കാർത്തിയുടെ മെയിൽ വരുന്നത്. നീ എപ്പോഴെങ്കിലും എന്നെ അപ്രിഷിയേറ്റ് ചെയ്യും എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെങ്കിലും നീ എന്നൊരു ഫ്രണ്ടായിട്ടോ ബ്രദറായിട്ടോ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് എനിക്ക് വേണമായിരുന്നു. പക്ഷേ സാരമില്ല, കാരണം നീ ഇങ്ങനെ ആയതുകൊണ്ടും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇതുപോലെ ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറിയത്. അല്ലെങ്കിൽ ഞാനൊരു ലേസി ബോയ് ആയിപ്പോയെന്നെ. ഞാൻ എന്നും നിന്നെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഡ്രസ്സിങ് പോലും ഞാൻ നിന്നെയാണ് നോക്കി കോപ്പി ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റിമെയിൽ. അപ്പോൾ സൂര്യ ഒരിക്കലും കരയാത്തൊരു കുട്ടിയായിരുന്നു അന്ന്. പക്ഷേ ഈ മെയിൽ വായിച്ചപ്പോൾ സൂര്യ വല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ആ കരച്ചിലോടുകൂടി സൂര്യയ്ക്ക് കാർത്തിയോടുള്ള ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറി. ഇതുപോലെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിലായിരിക്കും നമുക്കും നമ്മുടെ കൂടെ പിറന്ന സഹോദരനോട് സഹോദരിയോട് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു സഹോദരനോ സഹോദരിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കഥ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.